Hi, hello, welcome all to Nisha's Online Academy. നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, PYQs ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പേർട്ടും CPUം ചെയ്തിട്ട് ഗെയിം തിയറിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഡിസിഷൻ തിയറി എന്നാണ്. സോ മറക്കരുത്, ഇന്ന് നമ്മൾ ലാസ്റ്റ് ലാപ്പിൽ കുറച്ച് സ്പീഡപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കാരണം നമുക്ക് നാളെ എക്സാംസ് ആണ്. അപ്പോൾ തീരെ ചിലവർക്ക് ക്ലാസ്സിലൊന്നും ഡിസിഷൻ തിയറിയുടെ ക്ലാസ്സിലൊന്നും പോയി ഇരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് നല്ലൊരു ചാപ്റ്ററുമാണ്, പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഡിസിഷൻ തിയറി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഡിസിഷൻ തിയറിയിൽ നമുക്ക് കാണാം, എപ്പോഴും പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് നമുക്ക് എടുക്കേണ്ട ഡിസിഷൻസ്, ഇതിൽ ഏതാണ് ബെസ്റ്റ് ഡിസിഷൻ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. പിന്നെ സൈഡിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞിട്ടും തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. ഓക്കെ, ഇങ്ങനെ തരും. എന്നിട്ട് നമ്മളോട് പറയും, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയും. അപ്പോൾ ഡിസിഷൻസ് 3 തരത്തിൽ ഡിസിഷൻസ് പ്ലാറ്റ്ഫോമിൽ ഡിസിഷൻസ് എടുക്കാം. ഒന്ന് ഡിസിഷൻസ് അണ്ടർ സെർട്ടനിറ്റി, പ്രോബ്ലം ഇല്ല, കൃത്യമായിട്ട് അതിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു MBA BBA കഴിഞ്ഞാൽ കുട്ടിയോട് ചോദിക്കാം എന്താ ചെയ്യേണ്ടത്, MBA. അപ്പോൾ സെർട്ടനിറ്റി ഉണ്ട്, അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. അൺസെർട്ടനിറ്റി ഉള്ള പ്രോബ്ലംസിലാണ് നമ്മൾക്ക് എന്ത് വരിക എന്നുള്ളതാണ്, മെത്തേഡ് വരിക. സോ മെത്തേഡ് മാക്സി മാക്സ്, ഒരു മെത്തേഡ് മാക്സി മാക്സ്, 5 മെത്തേഡ് ഉണ്ട്. 2 മാക്സി മിൻ, ഓക്കെ. 3 മിനി മാക്സ്. പിന്നെ 4ാമത്തത് ലാപ്ലേസ്, ഓർമ്മ വരുന്നുണ്ട് അല്ലേ കുറച്ചൊക്കെ. 5ാമത്തെ തീരെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർ ഇത് ശ്രദ്ധിക്കുക, ഹർവിക് മെത്തേഡ്. ഇങ്ങനെ 5 മെത്തേഡിലും പ്രോബ്ലം ചെയ്യാൻ പറയും. ചിലപ്പോൾ ഈ 3 ചിലപ്പോൾ 3 ഇതിൽ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരൊറ്റ പ്രോബ്ലത്തിലാണ് ഞാൻ എല്ലാം പഠിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും നമുക്ക്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എല്ലാ മെത്തേഡും ചെയ്യാം. ഈ ഹർവിക് മെത്തേഡ് തരുമ്പോൾ ഒരു ആൽഫ വാല്യൂ കൂടെ തരും, 0.7. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെത്തേഡ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ മെത്തേഡിലും ചെയ്തു പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. മറക്കരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ബെൽ ബട്ടണും അമർത്തണം, കാരണം എന്നാലാണ് നോട്ടിഫിക്കേഷൻസ്. ചിലപ്പോൾ ഒറ്റ വീഡിയോയിൽ തീരില്ല, അപ്പോൾ തൊട്ട് അടുത്ത് തന്നെ ഇടും. പിന്നെ രാത്രി എന്തായാലും അതിന് വേണ്ടി നമ്മൾ മെനക്കെട്ടു. അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബും ബെൽ ബട്ടണും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് മാക്സി മാക്സിൽ ചെയ്യാം. മാക്സി മാക്സിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ചെയ്യുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. 7, 10 ഇതിങ്ങടെ ക്വസ്റ്റ്യനിൽ നമ്മൾ വീണ്ടും ആൻസർ പേപ്പറിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ഇടുക. അപ്പം മാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് വേർഡ് മാക്സ് എന്ന് പറയുമ്പോൾ 2 വേർഡ് ഇല്ലേ, മാക്സി മാക്സും. അപ്പോൾ ഈ സെക്കൻഡ് വേർഡാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലെ മാക്സിമം ആദ്യം നമ്മൾ കാണുക. മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം. ഇതിലത്തെ അപ്പോൾ ഈ കോളത്തിലെ ഏറ്റവും മാക്സിമം ഏതാ, 7. ഇതിലത്തെ ഏറ്റവും മാക്സിമം ഏതാ, 10. ഇതിലത്തെ മാക്സിമം ഏതാ, 6. മാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാക്സിമം കണ്ടുപിടിച്ചു, അതിലത്തെ മാക്സിമം അതായത് ഈ 7, 10, 4 അപ്പം മാക്സ് എത്രയാണ്, 10 ആണ്. അപ്പം 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ ഏത് സ്ട്രാറ്റജിയാണ് നല്ലത്, നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ മുകളിൽ കണ്ടോ, A2 ആണ്. അപ്പം നമ്മളിവിടെ എഴുതുക ബെസ്റ്റ് ആക്ഷൻ ഈസ് A2. അപ്പം മാക്സ് പ്രകാരം ബെസ്റ്റ് ആക്ഷൻ ഏതാണെന്നാണ് പറയണത്, A2 ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി സെക്കൻഡ് മെത്തേഡ് മാക്സി മിൻ. എന്തായിരിക്കും മാക്സിമിനിൽ, മാക്സിമിൻ അല്ലേ. അപ്പോൾ ഇതിനാണ് ഇമ്പോർട്ടൻസ് ആദ്യം, മിനിമം കാണുക. അപ്പം ഞാൻ കളർ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഞാനൊന്ന് ഇതേ ക്വസ്റ്റ്യനിൽ ചെയ്തു കൊടുക്കാം, കുറച്ചുകൂടി ഈസി ആവും, മനസ്സിലാവും. അപ്പം എന്ത് ചെയ്യണം, മിനിമം കാണണം. ഈ വരിയിലത്തെ ഏറ്റവും മിനിമം ഏതാ, 2. ഈ വരിയിലത്തെ ഏറ്റവും മിനിമം ഏതാണ്, 1. ഇതിലത്തെ ഏറ്റവും മിനിമം ഏതാണ്, 3 അല്ലേ. അപ്പോൾ ഈ 2, 1, 3 മാക്സിമം ഏതാണ് നോക്കണം നമ്മൾ. അപ്പം മാക്സിമം ഏതാ, 3 അല്ലേ. അപ്പോൾ ബെസ്റ്റ് ആക്ഷൻ ഈസ് ഇത് A3ലേക്കാണ് പോണത്. ബെസ്റ്റ് ആക്ഷൻ ഈസ് A3. അപ്പം മാക്സിമിന്നും പഠിച്ചില്ലേ.
മാക്സിമത്തിലെ മാക്സിമം കാണുക. മാക്സി മിൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മിനിമം എടുക്കണം. ആ മിനിമത്തിൽ ഏത് കണ്ടുപിടിക്കണം? മാക്സിമം കണ്ടുപിടിക്കണം. മൂന്നാമത്തെ മെത്തേഡാണ് മിനിമാക്സ്. മൂന്നാമത്തെ മെത്തേഡാണ് മിനിമാക്സ്. മിനിമാക്സ് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. മാക്സിമത്തിൽ പോയിട്ട് മിനിമം കാണാനൊന്നും പറ്റില്ല. മിനിമാക്സ് എന്ന് പറഞ്ഞാൽ മിനിമത്തിൽ, നഷ്ടത്തിൽ ഏറ്റവും കുറവ് നഷ്ടം ഏതാണ് കൊണ്ടുവരിക. മിനിമാക്സ് ചെയ്യുമ്പോൾ, മിനിമത്തിൽ തുടങ്ങുന്ന മെത്തേഡ് തുടങ്ങുമ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ കണ്ടുപിടിക്കണം. ഈ ടേബിൾ പോരാ, ഈ ടേബിളിനെ മാറ്റം വരുത്തണം. ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ നമ്മൾ വരയ്ക്കണം. ക്ലിയർ ആണോ? അപ്പോൾ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ വരയ്ക്കുക? കുറച്ച് കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ കാണാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് റോ എടുക്കുക. ഈ റോ എടുക്കുക, ഫസ്റ്റ് റോ. അതിൽ ഏറ്റവും ഹയസ്റ്റ് 10 ആണ് അല്ലേ? അപ്പോൾ ഈ 10 മൈനസ് 7, 10 മൈനസ് 10, 10 മൈനസ് 6, 10 മൈനസ് 7 എത്രയാ? 3, 3, 0, 10 മൈനസ് 6 എത്രയാ? 4. അപ്പോൾ 3, 0, 4 ആവും. ഈ വരി 3, 0, 4 എന്ന് ആവും. അടുത്തതോ, ഇതിലത്തെ ഹയസ്റ്റ് എത്രയാ? 5 ആണ്. അപ്പോൾ 5 മൈനസ് 5, 0, 5 മൈനസ് 4, 1, 5 മൈനസ് 3, 2. അപ്പോൾ 0, 1, 2 എന്നാവും. അപ്പോൾ നമ്മളിവിടെ എഴുതുക 0, 1, 2. ഇനി അടുത്തത് 2, 1, 5. ഹയസ്റ്റ് ഏതാ? 5 അല്ലേ? ഈ 5 നിന്ന് 2 പോകുമ്പോൾ 3, 4, 0 അല്ലേ? 3, 4, 0. ഇപ്പം നമ്മൾ വരച്ചതാണ് ഇപ്പം ഈ എഴുതിയ ടേബിളാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മിനിമാക്സിന് ഇത് ടേബിൾ വരച്ചു, ആൻസർ ആണ്. മിനിമാക്സ്, ഈ രണ്ടാമത്തെ വേർഡിന് ഇമ്പോർട്ടൻസ്. മാക്സിമം കാണാം. ഇതിലത്തെ മാക്സിമം ഏതാ? 3. ഇതിലത്തെ മാക്സിമം ഏതാ? 4. ഇതിലത്തെ മാക്സിമം ഏതാ? 4. ഈ മാക്സിമത്തിലെ നമ്മൾ ഏതെടുക്കും? മിനിമം എടുക്കും. അപ്പോൾ ഈ 3, 4, 4 ഇതിലത്തെ മിനിമം ഏതാ? 3. സോ ബെസ്റ്റ് ആക്ഷൻ മിനിമാക്സ് പ്രകാരം ഇവിടെ A1, A2, A3. സോ ബെസ്റ്റ് ആക്ഷൻ ഏതാണ്? ബെസ്റ്റ് ആക്ഷൻ A1. അപ്പോൾ നമ്മൾ 3 മെത്തേഡ് പറഞ്ഞു. മാക്സിമാക്സ് പറഞ്ഞു, മാക്സിമിൻ പറഞ്ഞു, മിനിമാക്സ്. ക്ലിയർ അല്ലേ? മാക്സിമാക്സ് മാക്സിമത്തിൽ മാക്സിമം, മാക്സിമിൻ മിനിമത്തിൽ മാക്സിമം, മിനിമാക്സ് എന്ന് പറയുമ്പോൾ ഈ ടേബിൾ പറ്റില്ല. ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ വരയ്ക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ദ ബെസ്റ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് മെത്തേഡ് ലാപ്ലേസ്. ലാപ്ലേസിൽ നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമ്മൾ പോവാം. ഒറിജിനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ 7, 10, 6 എന്നല്ലേ? ലാപ്ലേസിൽ നമ്മൾ എഴുതണം ഈ 7, 5, 2 ഈ മൂന്നും കൂടി. അപ്പോൾ A1 ചെയ്യുമ്പോൾ 7 ഇവിടെ ടോട്ടൽ എന്നൊരു കോളം കൊടുക്കാം. ഈ മാക്സിമം ഇതൊക്കെ വെച്ചിട്ട് ടോട്ടൽ. അപ്പം നമുക്ക് ഇവിടെ വരാം. ലാപ്ലേസിൽ A1ൻ്റെ ടോട്ടൽ A1ൻ്റെ ടോട്ടൽ എടുക്കാം. ഇത് പറ്റില്ല, ഇത് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ആണ്, ഇത് എടുക്കാൻ പറ്റില്ല. 7, 5, 2 ഈ താഴേക്ക് കേട്ടോ. 7, 5, 2. അപ്പോൾ 7 + 5 + 2, 7 + 5 + 2. ഇത് 3 എണ്ണല്ലേ ഉള്ളത്? by 3. അപ്പോൾ ആൻസർ എത്ര വരിക? 7 + 5 12, 12 + 2 14, 14 divided by 3 is equal to 14 divided by 3 is equal to 4.67. Okay, ഇനി നെക്സ്റ്റ് A2ൽ ആഡ് ചെയ്യുക. നമ്മൾ മൂന്നും കൂടി ആഡ് ചെയ്യുക. 10, 4, 1. 10 + 4 + 1 is equal to 15 by 3 is equal to 5. ഇനി A3 6 + 3 + 5. 6 + 3 + 5. 14 by
3. ഇത് 3 എണ്ണം ഉള്ളതുകൊണ്ടാണ് 3. ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ by 4, 5 ആണെങ്കിൽ by 4. ഓക്കെ, അപ്പോൾ 14/3. 14/3 തന്നെയായിരുന്നില്ലേ മുകളിൽ വേറെ ഒന്നും. 14/3 is equal to 4.67. അപ്പോൾ ലാപ്ലേസിൽ ഹയസ്റ്റ് ആണ് നല്ലത്. ഇതിലത്തെ ഹയസ്റ്റ് ആണ് നല്ല. ഹയസ്റ്റ് 5 അല്ലേ, A2 അല്ലേ, അപ്പോൾ ഹയസ്റ്റ് ആണ് 5 ആണ്. അപ്പോൾ A2 ആണ് ബെസ്റ്റ് ആക്ഷൻ. അപ്പോൾ ലാപ്ലേസും നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് അഞ്ചാമത്തെ മെത്തേഡ് ഹർവിക്ക്. ഹർവിക്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ആൽഫ വാല്യൂ തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ ആൽഫ വാല്യൂ തന്നിട്ടുണ്ട്, 0.7 എന്ന് പറഞ്ഞിട്ട് ആൽഫ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആൽഫ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.7. നമ്മൾ 1 മൈനസ് ആൽഫയും കൂടി കാണും. 1 മൈനസ് 0.7 എന്ന് പറഞ്ഞാൽ 0.3 എന്നാണ് കിട്ടുക. ഇനി A1 ചെയ്യുമ്പോൾ ഈ A1 ഹയസ്റ്റ് 7ഉം സ്മോളസ്റ്റ് 2 അല്ലേ, ഏറ്റവും ഹയസ്റ്റ് 7, സ്മോളസ്റ്റ് 2. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഹയസ്റ്റ് 7നെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് സ്മോളസ്റ്റ് 2നെ 1 മൈനസ് ആൽഫ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 0.3 ആണ് 1 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7 ഇൻറ്റു 0.7 4.9 പ്ലസ് 0.6, അപ്പോൾ 5.5. ഇനി A2 നമ്മൾ മുകളിലേക്ക് നോക്കുക. ഹയസ്റ്റ് 10ഉം ലോവസ്റ്റ് 1ഉം. ഹയസ്റ്റ് 10, ലോവസ്റ്റ് 1. അപ്പം എന്താ ചെയ്യുക, 10 ഇൻറ്റു 0.7 മനസ്സിലാവുണ്ടല്ലോ അല്ലേ, പ്ലസ് 1 ഇൻറ്റു 0.3. 10 ഇൻറ്റു 0.7 0.7 പ്ലസ് 10 ഇൻറ്റു 0.7 7. 7 പ്ലസ് 0.3 7.3. ഇനി A3 നമ്മൾ ചെയ്യുന്നു. A3 6ഉം 3ഉം. ഹയസ്റ്റ് 6, സ്മോളസ്റ്റ് 3. 6നെ ആൽഫ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, 3നെ നമ്മൾ 1 മൈനസ് ആൽഫ കൊണ്ടും ചെയ്യണം. അപ്പോൾ 4.2 പ്ലസ് 0.9 11 5.1. അപ്പോൾ ഇതിലത്തെ ഹയസ്റ്റ് 5, ഇത് ഒന്ന് 5.5 7.3 ഇത്. അപ്പോൾ ദ ബെസ്റ്റ് ഏതാ, A2. അപ്പോൾ ബെസ്റ്റ് ആക്ഷൻ ഈസ് A2. അപ്പോൾ നമ്മൾ അൺസർട്ടനിറ്റിയിൽ 5 പഠിച്ചു. മാക്സിമാക്സ്, മാക്സിമിൻ, മിനിമാക്സ്, ലാപ്ലേസ്, ഹർവിക്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഗെയിം തിയറിയിൽ എൻഡ് ചെയ്തിട്ടില്ല, ഒരു വീഡിയോയും കൂടിയും വരും. ഗെയിം തിയറിയിൽ റിസ്കിൻ്റെ ഭാഗത്ത് ഇവിടെ 3 മെത്തേഡ് പഠിക്കണം. EMV, EOL ആൻഡ് EVPI. 3 വേർഡ്. എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്, EVPI. അപ്പം മറക്കാതെ വേഗം ഈ വീഡിയോ കാണൂ. കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടണും അമർത്തൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇന്ന് എന്തായാലും രാത്രി കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കുമല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ 3നെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം തിയറി നമ്മുടെ എൻഡായി. ഓക്കെ, താങ്ക് യു.